കഥാപാത്രങ്ങളെ ഞാൻ പറഞ്ഞുതരാം. കഥാപാത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കൈ ഒന്ന് മുഖത്തിന് നേരെ കൊണ്ടുവന്ന ഏത് കൈയാണോ, റൈറ്റ് ഹാൻഡോ ലെഫ്റ്റ് ഹാൻഡോ ഏത് കൈയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കൈ മുഖത്തിന് നേരെ കൊണ്ടുവന്ന എന്നിട്ട് ആരാണ് അവിടെ നിൽക്കുന്നത് അത് തന്നെ. ഗുഡ് ജോബ്. നമ്മുടെ ഫിംഗേഴ്സ് എത്ര പേരുണ്ട്? 1 2 3 4 5 വിരലുകൾ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഈ ഫിംഗേഴ്സിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം നമ്മുടെ ഫിംഗേഴ്സ് ഒരു തർക്കം ഉണ്ടായി, ആരാണ് കൂട്ടത്തിൽ ഏറ്റവും ശക്തിമാനെന്ന്. അപ്പോൾ വല്ലവരും പറഞ്ഞു, ഹേയ് ഇവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല, ഞാനാണ് ഇവിടുത്തെ നല്ല ആള്. എന്നെ ഒന്ന് നോക്കിയേ, ഇത്രയും നീളം, നല്ല നല്ല നീളമുള്ള ഞാനാണ് ശക്തിമാനും നല്ല ആളും ആവുന്നത്. അപ്പോൾ അപ്പുറത്തുനിന്ന് നമ്മളെ ഈ ഫിംഗർ പറഞ്ഞു, ഹയ്യേ എന്തൊരു മന്ദന്മാരാ നിങ്ങൾ, നീ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഞാനാണ് ശക്തൻ. എന്നെ നോക്കി, ഞാൻ ഇങ്ങനെ നിവർന്ന് നിന്നാൽ ഞാനാണ് എല്ലാവരെക്കാട്ടും നീളമുള്ളത്. അപ്പോൾ ഞാനാണ് നല്ലവെന്ന് നിങ്ങൾ അംഗീകരിക്കണ്ടേ. ഇതുകൂടി കേട്ടപ്പോഴും നമ്മൾ മോതിരം എഴുതുന്ന ഈ വല്ലവരും പറഞ്ഞു, ഹയ്യേ നീ എന്നെ ഒന്ന് നോക്കിയേ, സ്വർണം കൊണ്ടുണ്ടാക്കിയ മോതിരങ്ങൾ ആളുകളെ എൻ്റെ കയ്യിലാണ് അണിയിക്കുന്നത്. ഞാൻ അത്രയും മിടുക്കനായുണ്ടല്ലേ അവരെന്നെ മോതിരം അണിയിക്കുന്നത്. ഇതുകൂടി കേട്ടതും ഈ കുഞ്ഞൻ വിലർ പറഞ്ഞു, സ്റ്റോപ്പ്, എല്ലാവരും വഴിക്ക് നിർത്തിക്കേ. എന്നിട്ട് എന്നെ ഒന്ന് നോക്കിയേ, നിങ്ങളുടെ 2 കൈയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായി നിൽക്കുമ്പോഴേക്കും ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? ഞാൻ തന്നെ, നിങ്ങളുടെ കൂട്ടുകാരൻ കുഞ്ഞനും വിരൽ. അപ്പം ആരാണ് ഏറ്റവും നല്ലവൻ, ഏറ്റവും മിടുക്കൻ? ഞാൻ തന്നെ. ഇതുകൂടി കേട്ടതും ഒരു സ്ഥലത്ത് ഈ വരക്കിലൊന്നും ചെയ്താതെ ഈ വരക്കിൽ മാറി നിന്ന ഈ തടിയൻ വിലർ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മന്ദന്മാരാണ്, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനോ വെക്കാനോ എന്തെങ്കിലും പറ്റുമോ? ഇല്ല. അതിനർത്ഥം ഞാനാണ് ഏറ്റവും നല്ലവനാണെന്നല്ല, മറിച്ച് നമ്മളെല്ലാവർക്കും ഓരോരോ വ്യത്യസ്തമായ കഴിവുണ്ട്. നമ്മൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഈ കഴിവിന് ഒന്നും സാധിക്കില്ല. നമ്മൾ ഒന്നിച്ച് നിന്നാൽ, നമ്മൾ 5 പേര് ഒന്നിച്ച് നിന്നാൽ എന്ത് വേണമെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പം ഈ കഥ ഇങ്ങനെയുണ്ട്, നല്ല കഥയല്ലേ? അടുത്ത കഥ ഇതും കൂടി പോസിറ്റീവ് പറയാം.